നമസ്കാരം. മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഈ ഇടപാടിൽ GST വെട്ടിപ്പ് നടന്നതായി കഴിഞ്ഞ സർക്കാർ തന്നെ കണ്ടെത്തി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ 7 മാസമായി അന്വേഷണം മരവിച്ച നിലയിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അത് പ്രഥമ റിപ്പോർട്ടുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഗുരുതരമായ ക്രമക്കേട് ആ കാര്യത്തിലുണ്ട്. ഒന്നൊരു GST വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. 2, ആ വെട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കണ്ടുപിടിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ അകത്ത് അത് മരവിപ്പിക്കപ്പെട്ട പോലെ അന്വേഷണം മരവിക്കപ്പെട്ടതുപോലെയുള്ള ഒരു സ്ഥിതി പിന്നീടുള്ള 7 മാസം ഉണ്ടായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാരിന് നഷ്ടപ്പെട്ട തുക ഈടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഉണ്ടായിരിക്കുന്ന അനാസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും. അത് ധനകാര്യ വകുപ്പ് നടത്തും. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുള്ള ഉചിതമായ നടപടി സ്വീകരിക്കുക. കാര്യത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അന്വേഷണ പരിധിയിലെല്ലാം പെടുമല്ലോ. അന്വേഷണം നടത്തുമ്പോൾ എല്ലാം പെടുമല്ലോ, എല്ലാം പെടും. എത്ര രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫണ്ടിൻ്റെ സോഴ്സസ് എന്താണ് എന്നൊക്കെ അറിയണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഞങ്ങൾ പ്രാഥമികമായി സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യണത്. പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ FCRI ആക്ടിൻ്റെ വയലേഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ആലോചിക്കും. ഇപ്പോൾ നമ്മൾ ഇത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉചിതമായൊരു അന്വേഷണം വേണം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്കാണ് എത്തുന്നത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കും. അല്ല, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിലാണ്. അന്വേഷണത്തിന് നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട ടേംസ് ഓഫ് റെഫറൻസാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം വരും. അതിൻ്റെ അകത്ത് അതെല്ലാം വരുമല്ലോ, സ്വാഭാവികമായിട്ട് വരുമല്ലോ, എല്ലാം വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്തായിരുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് റോളായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തോ, ഈ പറയുന്ന ഏജൻസി ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മുതലെടുപ്പ് നടത്തിയോ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരും, അന്വേഷണ കാര്യങ്ങൾ വരും. അത് ഞാൻ മനോരമയിൽ എന്തിനാണെന്ന് പറഞ്ഞത്, മലയാള മനോരമയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ മാതൃഭൂമി പോയിട്ടുണ്ടായിരുന്നു. ഇത് മനോരമയിലും മാത്രമല്ലല്ലോ വാർത്ത വന്ന, എല്ലാ പത്രത്തിലും വന്നു. ഇത് നേരത്തെ ഉള്ള കാര്യമല്ലേ, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുള്ള കാര്യമല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അല്ല, ഞാനത് ആ പരാതി ശ്രദ്ധയിൽപ്പെട്ട് അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ അന്വേഷിക്കപ്പെടും, സംശയമില്ല. അല്ല, എൻ്റെ മുമ്പിലൊന്നും പരാതി വന്നില്ല, പത്രത്തിൽ വന്നില്ല. അത് നമ്മുടെ ജോലിയല്ലല്ലോ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ അന്വേഷിക്കും. ഞാനിങ്ങനെ പത്രവാർത്ത കണ്ട മാത്രമല്ല, എൻ്റെ മുമ്പിൽ പരാതിയൊന്നും വന്നിട്ടില്ല.